ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് എളുപ്പപ്പണികളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ജോലി ഉള്ളവർക്കാണെങ്കിലും അല്ലാതെ വീട്ടമ്മമാർക്കാണെങ്കിലും ഇത് ചെയ്തു വെക്കുവാണെങ്കിൽ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. രാവിലെയൊക്കെ മക്കളെ സ്കൂളിൽ വിടാനും അല്ലെ ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞയക്കാനും ഒക്കെയുള്ള തിരക്കിനിടയിൽ നമുക്ക് ഈ ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കാനും സവാള ഞുറുക്കിക്കൊണ്ടിരിക്കാനും ഒന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഒരു ദിവസം അവധിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കുറേ എളുപ്പപ്പണികളുണ്ട്. അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണികൾ കുറേ എളുപ്പമാക്കിയെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. എപ്പോഴും അടുക്കളയിൽ തന്നെ കിടന്ന് പണിയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയവും കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കുറച്ച് എളുപ്പപ്പണികളാണ് ഇന്ന് ഞാൻ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ശനി ഞായറും കിട്ടുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച ലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെക്കും, എന്തൊക്കെയാണ് തീരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിരിക്കും എന്തൊക്കെയാണ് തീരുന്നതെന്ന്. അടുക്കളയിൽ തന്നെ ഒരെണ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തീരുമ്പോൾ ഞാൻ സാധനങ്ങൾ എഴുതി വെക്കും, ഒരു പെൻസിലും അവിടെ വെച്ചേക്കും. അപ്പം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല. ചിലപ്പോൾ സാധനങ്ങൾ തീർന്നു എന്ന്, പല സാധനങ്ങളും ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് അയ്യോ അത് മറന്നുപോയി, പറയാൻ മറന്നുപോയി എന്ന്. അപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ അല്ല ഓരോ സാധനങ്ങൾ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ അത് തീർന്നിരിക്കുവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഒരാഴ്ച അങ്ങനെ കുറിച്ച് വെച്ച സാധനങ്ങൾ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം വാങ്ങിപ്പിക്കാം. ഞാൻ പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാസത്തിൻ്റെ ആദ്യം തന്നെ ഒരു 5-ാം തീയതിയോടുകൂടി എല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. പിന്നെ തീരുന്ന ഉള്ളി, മുളക്, സവാളയൊക്കെ ഇടയ്ക്ക് തീർന്നിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആഴ്ചയുടെ അവസാനം, അതായത് വെള്ളിയാഴ്ചയൊക്കെ വൈകുന്നേരം മേടിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ ലിസ്റ്റ് അയച്ചു കൊടുക്കും, അതനുസരിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ആ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേന് ഫ്രിഡ്ജൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ മേടിച്ചു കൊണ്ടുവന്ന പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കാനുള്ളതെല്ലാം നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം പച്ചക്കറികളും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് 2-3 തവണ അല്ലാണ്ട് കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് നേരം അവിടെ വെച്ചിരിക്കും. കാരണം പച്ചക്കറിയിലൊക്കെ ഒത്തിരി വിഷം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കൃഷി ചെയ്യാനും ഒന്നുമുള്ള സൗകര്യം, നമുക്ക് എപ്പോഴാണ് മാറേണ്ടി വരിക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കൃഷി ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല. മുന്നേ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ സ്വന്തം വീടായിരുന്ന സമയത്ത് നമ്മളെല്ലാ കൂട്ട സാധനങ്ങളും കൃഷി ചെയ്ത് അത്യാവശ്യം പയർ, സവാള, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ബാക്കി പച്ചക്കറികൾ ഒരുമാതിരിപ്പെട്ടതൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ മേടിക്കുന്ന പച്ചക്കറികളിലെല്ലാം വിഷമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പച്ചമുളകിലൊക്കെ ഒരുപാട് വിഷമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് 10 മിനിറ്റ്, നമ്മുടെ ഒരു വിശ്വാസമാണ് വിഷാംശം പോകും എന്നുള്ളത്. എത്രത്തോളം പോകും എന്നൊന്നും നമുക്കറിയില്ല, എങ്കിലും നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു മനസ്സമാധാനം. അങ്ങനെ കുറച്ച് നേരം 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഒരു ഉണങ്ങിയ തുണിയിലേക്ക് എല്ലാം എടുത്ത് നിരത്തി വെക്കും. ഒരു കോട്ടൺ തുണിയിലേക്ക് എല്ലാം എടുത്ത് നിരത്തി വെച്ചതിന് ശേഷം വെള്ളം വാർന്നു കഴിയുമ്പോൾ ഒന്ന് തുടച്ച് ഇതുപോലുള്ള പിന്നെ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ പച്ചക്കറികളൊന്നും പെട്ടെന്നങ്ങ് അഴുക്കായി പോകത്തില്ല. ഇപ്പോൾ ഒരു ദിവസം അല്ലെ 2 ദിവസം നമ്മുടെ മീൽ പ്ലാൻ ഒന്നും തെറ്റിയാൽ പോലും 2 ദിവസം കൂടി ഇരിക്കേണ്ടി വന്നാൽ പോലും പച്ചക്കറികൾ കേടായി പോകത്തില്ല. അതേസമയം നമ്മൾ ഷിമിക്കൂടിനകത്ത്, നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഷിമിക്കൂടിനകത്തേക്ക് എല്ലാം കൂടെ ഇട്ട് താഴത്തെ ആ ബോക്സിലേക്ക് അങ്ങ് വെക്കും. വെളിയിൽ നിന്നുള്ളത് എടുക്കും, ചിലപ്പോൾ അടിയിലിരുന്ന് പച്ചക്കറികളെല്ലാം അവിഞ്ഞങ്ങ് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ ബോക്സസ് വാങ്ങിച്ചതോടുകൂടി നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പച്ചക്കറികൾ മോശമായി പോകാറില്ല. പിന്നെ മുട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ആ കൂട്ടത്തിൽ തന്നെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി, കുറച്ചുള്ളി, ഒത്തിരി അങ്ങനെ തൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ മുള വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിയുടെ ഒക്കെ ചുവട്ടിൽ ഇങ്ങനെ വേര് വരും. ഒത്തിരി ദിവസം അതിനകത്തേക്ക് ഇങ്ങനെ ഈർപ്പത്തോട് കൂടി ഇരുന്നാലും ഒരാഴ്ചത്തേനുള്ളത് കഷ്ടിയേ നമ്മളങ്ങനെ റെഡിയാക്കി വെക്കാവുള്ളൂ. ഒരാഴ്ച കൂടുതലുള്ള സാധനങ്ങൾ നമ്മളങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോഴത്തേനും അത് തീർക്കണം. അല്ലെങ്കിൽ അതിനുള്ളത് നമ്മൾ ക്ലീനാക്കി വെക്കാവുള്ളൂ. പിന്നെ കറിവേപ്പിലൊക്കെ കഴുകി ക്ലീനാക്കി നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലേക്ക് മാറ്റാം. പച്ചമുളക് ഞെട്ടൊക്കെ അടർത്തി കളഞ്ഞിട്ട് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ തേങ്ങ ചിരവി നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവി വെക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം 2 ദിവസത്തിനുള്ളത് മാത്രമേ ചിരവി വെക്കാറുള്ളൂ, അല്ല അതിനൊരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയത് 2 ദിവസത്തിനൊക്കെ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തലേന്ന് വൈകുന്നേരം ചിരവി സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ മോളെ കൊണ്ടാണ്, അവൾ അത്യാവശ്യം എല്ലാ ആഴ്ചയിലും അവളുടെ പണിയാണ് കേട്ടോ ഈ ഉള്ളി, വെളുത്തുള്ളി പൊളിക്കലൊക്കെ. കുറേ അധികം അവൾ ഒരാഴ്ച തന്നെ ഉള്ളത് അത്യാവശ്യം അവൾ പൊളിച്ച് തരും. പിന്നെ കണ്ണ് നീറുന്നെന്നും പറഞ്ഞ് അവിടെ കിടന്നൊരു കണ്ണാടി എടുത്ത് വെച്ച്
ഷോ കാണിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ വീഡിയോ അടിച്ചു തന്നപ്പോൾ അവൾക്ക് ഇതൊന്നും എടുക്കല്ലേ അമ്മയെന്ന് ഞാൻ ചുമ്മാ എടുത്തന്നേ ഉള്ളൂ. പിന്നെ അവൾ ചെയ്തു തരുന്നതുകൊണ്ട് എനിക്ക് അത്ര എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ തേങ്ങാ ചിരവൽ, പാത്രം കഴുകൽ, ഉള്ളി പൊളിക്കലൊക്കെ എനിക്ക് നല്ല ബോറടി ആണ്. എനിക്കിഷ്ടമല്ല അധികം അങ്ങനെ കുത്തിയിരുന്ന് ചെയ്യും. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഈ ഉള്ളി പൊളിക്കൽ, തേങ്ങാ ചിരവൽ, പാത്രം കഴുകൽ, ഈ 3 പണി സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. പിന്നെ അടുക്കളയിൽ ഒത്തിരി നേരം കിടന്ന് പണിയെടുക്കുന്നതും എനിക്കിഷ്ടമല്ല. പെട്ടെന്ന് പണികൾ ഒതുക്കി അടുക്കളയിൽ നിന്ന് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എനിക്കതാണ് ഇഷ്ടം. ഫുൾ ടൈം കുക്കിംഗ് ഇഷ്ടമല്ല എന്നല്ല, കുക്കിംഗ് ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഒത്തിരി നേരം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടിയ ഫുൾ ടൈം അടുക്കളയിൽ തന്നെ നിന്ന് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഒരു സ്വഭാവമാണ്. പിന്നെ അതെല്ലാവർക്കും തന്നെ അങ്ങനെയായിരിക്കും അല്ലേ. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ അഴയാണ് കേട്ടോ. അഴവള്ളി മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. എല്ലാവർക്കും 2 ജോഡി ഡ്രസ്സ് വീതമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അലക്കി ഉണങ്ങിയെടുക്കാൻ നമ്മൾ ആരും വീട്ടിലിരിക്കുന്നില്ല, എല്ലാവരും കൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് വിരിച്ചിടാനുള്ള സൗകര്യം, പിന്നെ ഇച്ചിരി തോർന്ന തുണികൾ നമുക്ക് പെരയ്ക്കകത്ത് തന്നെ ഇതൊരു ജനലിലേക്ക് വല്ലതും കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തു മാറ്റാം. തുണി ഉണങ്ങി കിട്ടുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് ചുരുട്ടിയ ജനലിലേക്കോ അങ്ങോട്ടേലും വെച്ചാൽ മതി. അപ്പോൾ പോകുന്ന സമയത്ത് അത്യാവശ്യം ഉണക്കായ തുണികൾ നമുക്ക് ഈ അഴയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം നമ്മൾ വരുമ്പോഴത്തേനും അത്യാവശ്യം ഉണങ്ങി കിട്ടും. നമുക്ക് മടക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ടെറസിൽ തന്നെ കിടക്കുമ്പോൾ ഒരു തണുപ്പാണ് തുണിക്ക്. അത് നമ്മൾ മടക്കി വെച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇത് ഒത്തിരി ഉപകാരമാണ്, എന്നെ സംബന്ധിച്ച് ഒത്തിരി ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ട് ഇതായ കെട്ടി നമ്മൾ ഉപകാരമാണ് കേട്ടോ. ഞാനിപ്പം ഈ ഡൈനിങ്ങിൽ ഇതുപോലൊരു അഴ കെട്ടി ഇട്ടിട്ട് തുണിയൊക്കെ എടുത്തിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ വരുമ്പോഴത്തേനും നല്ല തണുപ്പൊക്കെ മാറി നല്ല ഇതായിട്ടിരുന്നോളൂ. നമുക്ക് മടക്കി അലമാരിക്കകത്തേക്ക് ഡയറക്റ്റ് വെക്കാം, അല്ലെങ്കിൽ പിന്നെ അയൺ ചെയ്യാനൊക്കെ പോകണം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തീരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്കി നോട്ടിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു പെൻസിലും വെച്ചേക്കുവേ. അപ്പം നമുക്ക് തീർന്നു പോകുന്ന സാധനങ്ങൾ, എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് സാധനം എന്നാ മേടിക്കേണ്ടതെന്ന് പെട്ടെന്ന് ഫോൺ ചെയ്ത് ചോദിക്കുമ്പം എനിക്ക് ഓർമ്മ കിട്ടത്തില്ല എന്നതൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചേക്കും. ഒന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ അങ്ങനെ തന്നെ എടുത്ത് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് തീർന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മേടിച്ചുകൊണ്ടെല്ലാം വന്നു കഴിയുമ്പോഴായിരിക്കും അയ്യോ ആ സാധനം മേടിക്കാൻ പറഞ്ഞത്. പിന്നെ മേടിച്ചുകൊണ്ട് വരുന്നവർക്കും ദേഷ്യമാകും. ഒന്ന് മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അതില്ല ഇതില്ല എന്ന് പറയുന്നത്. ഇതാണ് ഒറ്റയടിക്ക് പരിപാടി തന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ കുറിച്ച് വെക്കും. ഇപ്പോൾ അവധി ദിവസമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് എളുപ്പപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമുക്ക് കിച്ചണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. 1 മണിക്കൂർ കൊണ്ട് നമുക്കിതൊക്കെ ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പപ്പണികളൊക്കെ എല്ലാവരും ചെയ്തു വെക്കുക. ചെയ്യുന്നവരുണ്ടായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നവരായിരിക്കാം. എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ചെയ്യുന്ന എളുപ്പപ്പണികളൊക്കെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ നമുക്കും അതുപോലെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.